ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള വ്യക്തികളാണ് ഈ റീഡിങ് കാണേണ്ടത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സണ് എന്ത് ഫീലിങ്സ് ആണ് ഉള്ളത് എന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ലവ് തേർഡ് പാർട്ടിയുടെയാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്ത് കറണ്ട് ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ലവ് തേർഡ് പാർട്ടിയോട് ഉള്ളത്? ഓക്കെ, 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിന് വേണ്ടിയിട്ട് കാർഡിനെ സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വ്യൂസിനോട് വ്യൂസിൻ്റെ പേഴ്സണുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ന്യായം, നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്നും നിങ്ങൾക്ക് നീതി നൽകണമെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചില കേസുമായിട്ട് ബന്ധപ്പെട്ട്, ഡിവോഴ്സ് കേസോ മറ്റെന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ന്യായം തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിളാണ്. ജഗ്ലിംഗ് സിറ്റുവേഷൻ. ഇപ്പം തേർഡ് പാർട്ടിയും നിങ്ങളെയും തങ്ങളിൽ, ലവ് തേർഡ് പാർട്ടിയും നിങ്ങളെയും തങ്ങളിൽ നിങ്ങളുടെ പേഴ്സണ് കൺഫ്യൂഷൻ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് നീതിയും ന്യായവും ഉള്ളതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ലവ് തേർഡ് പാർട്ടിയോട് എന്തെന്ന് നോക്കാം. ഹെർമിറ്റിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇപ്പോൾ ഐസൊലേഷനാണ്. തൻ്റെ സോള് പറയുന്ന കാര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇതുവരെയും തേർഡ് പാർട്ടിയുടെ വാക്കുകളിലാണ് പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ അതെല്ലാം മാറി ഇപ്പോൾ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടി യൂണിവേഴ്സ് ഉള്ളിൽ ഒരു പ്രകാശം നൽകിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൻ്റെ സോള് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ മുന്നോട്ട് വരികയാണ്. വളരെ സ്ലോ ആക്ഷനാണ് ഉള്ളത്. എന്തായിരുന്നാലും നിങ്ങളിൽ തന്നെ എത്തും. ന്യായവും നീതിയും നിങ്ങളിലാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു. തൻ്റെ ഫുൾഫിൽമെൻ്റ് എല്ലാം തേർഡ് പാർട്ടി ആണ് എന്ന് വിചാരിച്ച് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഹെർമിറ്റാണ്. അവിടെ ആഗ്രഹിച്ചതൊന്നും നേടിയെടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിട്ടില്ല. എല്ലാം ഉണ്ടെങ്കിലും കെയറിങ് സപ്പോർട്ടൊന്നും നിങ്ങളുടെ പേഴ്സണ് അവിടെ ലഭിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സണെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. മാനസികമായും ശാരീരികമായും തളർന്ന അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നത്? നിങ്ങളെ തടഞ്ഞു നിർത്തിയിരുന്നെങ്കിൽ കോള് മെസ്സേജ് എല്ലാം നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ കടന്നു ചെല്ലാൻ പാടില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്ന നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സമയം അനുകൂലമായിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് സമയം അനുകൂലമായിരിക്കുന്നത് കൊണ്ട് ഈ ബ്ലോക്കും എല്ലാം മാറാനുള്ള സമയം വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ സമയം അനുകൂലമായപ്പോൾ തേർഡ് പാർട്ടിയുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ 8 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്താണ് എന്ന് കാണുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥ, ആ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ ടൈമാണ്. നിങ്ങളിപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെങ്ത് ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള അഫർമേഷൻ, നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഉപ്പിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തികളിൽ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുള്ള നെഗറ്റീവ് എനർജി
അതിൻ്റെ എനർജി കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഇപ്പോൾ സമയം കറങ്ങുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. വളരെ സ്പീഡിന് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കോള്, മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. ഓക്കെ, ഒന്നുകിൽ കോൾ മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കാണണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. 7 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ്, നിങ്ങളുടെ സമയം അനുകൂലമായിരിക്കുന്നു. നിങ്ങൾക്ക് ന്യായം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ന്യായം ലഭിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെ പ്രശ്നങ്ങൾ സംഭവിക്കുകയാണ്. കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് അവിടെ. വളരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പെയിൻ കൊടുക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. മജീഷ്യനാണ് വന്നിരിക്കുന്നത്. അവിടെ എന്തായിരുന്നാലും നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ അവരാഗ്രഹിക്കുന്നത് നേടിയെടുക്കണമെന്ന് പരസ്പരം രണ്ടുപേരും ഒരുപോലെ നിൽക്കുന്നത് കാരണം അവിടെ ഒരു യുദ്ധത്തിനുള്ള ചാൻസ് കൂടി വരുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ട് ചാരിയറ്റ് ആണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ മജീഷ്യൻ വന്നത് 3 ഓഫ് കപ്പാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ മറ്റ് റിലേഷൻ ഉണ്ട് എന്നോ ഇങ്ങോട്ടോ മറ്റ് റിലേഷനെ കുറിച്ച് അറിയുന്നത് കൊണ്ട് അവിടെ നല്ല രീതിയിൽ വഴക്കും പ്രശ്നങ്ങളും സംഭവിക്കുകയാണ്. മജീഷ്യനാണ്. ആവശ്യങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും പരസ്പരം ഒന്ന് ചേർന്നിരിക്കുന്നത് എന്ന് അവിടെ മനസ്സിലാക്കിയതോടുകൂടി നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് വിട്ട് ചാരിയറ്റ് അവിടെയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോഡ് ഇവിടെയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫാമിലി തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തികൾക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതല്ലാന്നുണ്ടെങ്കിൽ പാരൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണ് ഇപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളോടുള്ള കറണ്ട് സിറ്റുവേഷനാണ് ഫീലിങ്സും കൂടെ നോക്കട്ടെ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ഫാമിലിയോ പേരൻസോ ആകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളോട് ഉള്ള എനർജി പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ലവ് തേർഡ് പാർട്ടി, ഇത് ഫാമിലി തേർഡ് പാർട്ടി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? 10 ഓഫ് പെൻഡിക്കിളാണ്. 10 ഓഫ് പെൻഡിക്കിൾ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ, ഇപ്പം ഫാമിലി ആണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. പേജ് ഓഫ് സോഡാണ്. ഇപ്പോൾ അവർ അവിടത്തേക്കാണ് കൂടുതലും ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്. ഫാമിലി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആരുമായിട്ടൊക്കെയാണ് ചാറ്റിങ് അല്ലെങ്കിൽ ആരുമായിട്ടൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ, ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു ഗ്രോത്ത് കൊണ്ടുവന്ന് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഫാമിലിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവർ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു പോകുമോ എന്നുള്ളൊരു ഭയം ഇവിടെ എന്തായാലും ഫാമിലി തേർഡ് പാർട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് അവർ ഒരു ശ്രദ്ധ എപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഭാഗത്ത് പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ടുള്ള എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കിങ് ഓഫ് കപ്പാണ്. നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം ഇവിടെ ഫാമിലി അവരെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല.
നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാത്ത വണ്ണം അവർ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയുമായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷനാണ്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ കോളോ മെസ്സേജോ വരുന്നില്ലായിരിക്കാം, പക്ഷേ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഭാഗമായിട്ട് തന്നെ നിങ്ങളെ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഫാമിലിയുമായിട്ട് ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ വിഷമിക്കുകയാണ്. നിങ്ങളുടെ ലോകം പോലും അവരാണെന്ന് അവർക്കറിയാം. അവർ കൂടെ ഇല്ലെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടൊപ്പം ഇല്ല എങ്കിൽ നിങ്ങൾക്കൊന്നും സന്തോഷിക്കാൻ കഴിയില്ല എന്നും അവർക്കറിയാം. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫാമിലീസ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് കാരണം അവർക്ക് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിയിരിക്കുന്നതായിട്ട് ഇവിടെ എനർജി കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? രണ്ട് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൻസ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് കൂടിയിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ തേർഡ് പാർട്ടി പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഫുൾ ടൈം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണ് പോകുന്നത്, ആരുമായിട്ടാണ് മിണ്ടുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഷാർപ്പ് മൈൻഡോടുകൂടി നിങ്ങളുടെ പേഴ്സൺ അനങ്ങിയാൽ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ലൈഫ് പൂർണ്ണമായിട്ടും തേർഡ് പാർട്ടിയിൽ തന്നെ, ഫാമിലി തേർഡ് പാർട്ടിയിൽ തന്നെ ഒതുക്കി ജീവിക്കുവാൻ, അടങ്ങി ഒതുങ്ങി ആ ഒരു ലൈഫിൽ സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നു. കാരണം അവർക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. തേർഡ് പാർട്ടി ഇടം വലം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സണെ ഇപ്പോഴുള്ള നിങ്ങളെക്കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. 8 ഓഫ് വാൻസിൻ്റെ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ. വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ തേർഡ് പാർട്ടിയുടെ കണ്ണ് വെട്ടിച്ച് നിങ്ങളിലേക്ക് വരണമെങ്കിൽ, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും ശരി തന്നെ, ഫാമിലി ആണെങ്കിലും ശരി തന്നെ, അവരുടെ കണ്ണ് വെട്ടിച്ച് വേണം നിങ്ങളിലേക്ക് എത്തുവാൻ. നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ബാലൻസിങ്ങിൽ വരുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോളോ മെസ്സേജോ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ഉചിതമായ ഒരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ജഡ്ജിമെൻറ്റ് വന്നിരിക്കുന്ന ചില വ്യക്തികൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ, എല്ലാവരുമല്ല, ചില വ്യക്തികൾ ഇവിടെ വളരെ വിഷമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് സംസാരിക്കുകയും അവിടെ ഒരുപാട് ചോദ്യ ഉത്തരങ്ങൾക്ക് നടുവിൽ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. അവർക്ക് ശരിയായ രീതിയിൽ ആ ഒരു റിലേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ബാലൻസ് ഇല്ലാത്ത അവസ്ഥയാണ്. തേർഡ് പാർട്ടി ഒരുപാട് മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം ഒരു പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണെ നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ്. അതിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഫാമിലിയിൽ ഉള്ള ആൾക്കാർ മുഴുവനും നിങ്ങളുടെ പേഴ്സണിൽ തന്നെ ദൃഷ്ടി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ എങ്ങോട്ടാണ് പോകുന്നത്, നിങ്ങളുമായിട്ട് കണക്ഷനിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഫുള്ള് കൺട്രോള് എടുത്തിരിക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമിക് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോടുകൂടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നിങ്ങളുടെ പേഴ്സണ് തോന്നാത്ത അവസ്ഥ, മൈൻഡ് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ. ഓക്കെ, മുന്നോട്ട് എന്തായിരിക്കുമെന്നും ഒരു ചിന്തയും നിങ്ങളുടെ പേഴ്സണ് ഇല്ല. പക്ഷേ അവർക്ക് പ്രതീക്ഷയുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഇപ്പോഴല്ല, ഒരു വിജയം അവരുടെ ലൈഫിലേക്ക് വന്നു ചേരും. നിങ്ങളുമായിട്ടൊരു വിജയം അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും, ഒരു റീയൂണിയൻ ഉണ്ടാകും. ഇപ്പോൾ സമയം അനുകൂലമല്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, ഫാമിലി തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തികൾക്ക് കുറച്ച് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്.
തേർഡ് പാർട്ടി ഉള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഫാമിലി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ചെറിയ റീഡിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. റെസനേറ്റ് ആയെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഏരീസ് എന്താണെന്നും ലിയോ എന്താണെന്നും ഒക്കെ ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അറിയാത്തവർ ചോദിക്കുക, ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഇട്ടേക്കാം. ഓക്കെ, അവരവരുടെ ജന്മ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ജന്മമാസവും ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ രാശി നിശ്ചയിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.